സോവിയറ്റ് യൂണിയന് വേണ്ടി മിഖായിൽ കലേഷ്നിക്കോവ് വികസിപ്പിച്ചെടുത്ത 7.62 mm അസോൾട്ട് റൈഫിളാണ് AK-47. ജർമ്മൻകാരനാണ് അസോൾട്ട് റൈഫിൾ എന്ന ആശയം പ്രാവർത്തികമാക്കിയത്. രണ്ടാം ലോകമഹായുദ്ധങ്ങൾക്കിടെ മിക്ക ആക്രമണങ്ങളും 400 മീറ്ററിനകത്താണ് നടക്കുന്നതെന്ന് പഠനങ്ങൾ തെളിയിച്ചു. അന്നുണ്ടായിരുന്ന ആയുധങ്ങൾ അതീവ ശക്തിയുള്ളതായിരുന്നു. ഒരു സബ് മെഷീൻ ഗണ്ണിൻ്റെ ശക്തിയും റൈഫിളിൻ്റെ പരിധിയും ചേരുന്ന ഒരു തോക്ക് വികസിപ്പിക്കാനുള്ള ശ്രമം ജർമ്മൻകാർ തുടങ്ങി. ഇതിനായി അവർ 7.92 x 57 mm കാർട്രിഡ്ജ് 7.92 x 33 mm ആയി ചുരുക്കുകയും ഭാരം കുറഞ്ഞ വെടിയുണ്ട ഉപയോഗിക്കുകയും ചെയ്തു. ദൂരപരിധി ചെറുതായിരുന്നെങ്കിലും നിയന്ത്രണാതീതമായിരുന്നു അതിൻ്റെ പ്രവർത്തനം. STG-44 ആയിരുന്നു ഈ പരിഷ്കാരത്തിൻ്റെ ഫലം. മിക്ക ആക്രമണങ്ങളും 400 മീറ്ററിനകത്ത് നടക്കുന്നതെന്നുള്ള കണ്ടെത്തൽ റഷ്യയെ ഇരുത്തി ചിന്തിപ്പിച്ചു. STG-44 സോവിയറ്റുകാർ ആകൃഷ്ടരായി. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം STG-44 ഒരു തോക്ക് വികസിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. റഷ്യൻ കരസേനയിലെ ടാങ്ക് കമാൻഡറായിരുന്ന മിഖായിൽ കലേഷ്നിക്കോവ് ഇതിനായുള്ള ശ്രമം ആരംഭിച്ചു. 1941 നാസികൾക്കെതിരെ പടനയിച്ചുകൊണ്ടിരിക്കെ കമാൻഡറായിരുന്ന കലേഷ്നിക്കോവിന് മാരകമായൊരു മുറിവ് പറ്റി. ആശുപത്രിയിൽ വച്ച് അന്നോളം നിർമ്മിച്ചവയിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട തോക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന ചിന്തയിലായി കമാൻഡർ. ചളിയും മഞ്ഞും ഉള്ളിടത്ത് ഉപയോഗിക്കാൻ പറ്റിയതായിരിക്കണം എന്നതായിരുന്നു ലക്ഷ്യം. 2 വർഷത്തിനു ശേഷം കലേഷ്നിക്കോവും സംഘം തങ്ങളുടെ പുതിയ റൈഫിൾ അവതരിപ്പിച്ചു. 30 റൗണ്ട് തിരയുപയോഗിക്കാവുന്ന ബ്രിഡ്ജ് ബ്ലോക്ക് മെക്കാനിസമുള്ള ഗ്യാസ് പ്രവർത്തക തോക്കായിരുന്നു അത്. കലേഷ്നിക്കോവിൻ്റെ റൈഫിളുകൾ കൂടുതൽ മികച്ചവയാണെന്ന് തെളിയിക്കപ്പെട്ടു. MA ഡൈദേവ് F ബക്കിൾ എന്നിവരുടെ മാതൃകയുമായി കലേഷ്നിക്കോവിൻ്റെ മാതൃക മത്സരിച്ചു. 1946 കലേഷ്നിക്കോവിൻ്റെ സഹായിയായിരുന്ന അലക്സാണ്ടർ സെൽസവ് AK-1 മാതൃകയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. എങ്കിലും കലേഷ്നിക്കോവിൻ്റെ തോക്കിന് പ്രചാരം ലഭിച്ചു. മുൻപുള്ള എല്ലാ റൈഫിൾ സാങ്കേതികതയുടെയും മിശ്രിതമാണ് AK-47 എന്ന് ചുരുക്കത്തിൽ പറയാം.